അണ്ണാ ഞങ്ങൾക്കൊരു ഇല്ല അണ്ണാ, ഒരു ലിഫ്റ്റ് വേണം. എന്നാ അണ്ണാ ലിഫ്റ്റ് എന്നാ ലിഫ്റ്റ് അണ്ണാ എന്നാ ഞങ്ങക്ക് നെല്ലിയാമ്പതി വരെ ഒന്ന് പോണം, ഒരു ലിഫ്റ്റ് തരുമോ? നെല്ലിയാമ്പതി വരേക്ക് പൊതുമാ. ശരി, പിന്നാടി ഇറങ്ങും. താങ്ക്സ് അമ്മ. താങ്ക്സ് എല്ലാം വേണ, 100 രൂപ. ഓ തരാം. ഏറ് പിന്നാടി ഏറ്. ഇതെന്താ സഞ്ചരിക്കുന്ന മാർക്കറ്റോ? ഇവിടെ ഇരിക്കും സലീം. പോലാമാ എന്നാ? ഹലോ, ഞാനാ. താങ്ക് യു. ഈ കുരിശ് இன்னைக்கு லாஸ்ட் பஸ் ஆக்சிடென்ட். இனி இன்னைக்கு வண்டியே கிடையாது. பாவம் ஏறட்டும். താങ്ക് യു. சார் கொஞ்சம் சீக்கிரம் ஏறுங்க. ഇയാള് കയറിയിട്ട് വണ്ടി പോയത് തന്നെ. ഇയാൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് ഹെൽപ്പ് ഉണ്ട് തമ്പിയേ. സോറി, ഞാൻ അടിച്ച ബ്രാൻഡ് മാറിപ്പോയി. അതാ ഈ താളം തെറ്റ്. മാറ്റമുണ്ടോ? എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഇതേ നാടൻ മാറ്റാ. ഫോറിൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ട്രെയിൻ ഓ വേണ്ടേ? ഒരിക്കലും മറക്കില്ല കേട്ടാ. സോറി. By the way, I am Ram, Rekhu Ram. പേടിക്കണ്ട, ഞാനും മലയാളിയാണ്. We are all Malayalis. എന്താ പരിചയപ്പെടണ്ടേ? വേണ്ട. അതെ, ഇയാൾക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലിരിക്കാൻ. ഇല്ല നിയാ, സത്യമായിട്ടും ഇല്ല. അല്ല, ഇവിടെ ഇരുന്ന എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ. അങ്ങോട്ട് പോയിരുന്നേ. അതെ, ഒന്നും സംഭവിക്കണ്ട. ചേട്ടൻ കൂടെ മാറിയിരുന്നേ. ശരി, ഞാൻ ഇറങ്ങിയേക്കാം. അതാ നല്ലത്. നമുക്കെന്താ പ്രോബ്ലം? പക്ഷേ എനിക്ക് ഇത് തീർക്കാൻ നിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലടേ. என்ன சார் இப்படியല്ലോ? சின்ன பசங்க மாதிரி. சார் வந்து ஃப்ரெண்ட்லயே உட்காருங்க. அது நியாயம். நீ என் நண்பன். உன் பேர் என்ன? என் பேரா சீரவேலு பாண்டியன். ஆனா நான் உன்னை சீருன்னே விളിക്കും. ஆமா சார். സമ്മതിച്ചോ? സമ്മതിച്ചു. എടാ, ഇങ്ങനെ കുടിക്കാതെ കൂമ്പ് പാടിപ്പോവും. ചേട്ടാ, ഈ കൂമ്പെന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂ? മനസ്സിലാവും സാർ. എനിക്ക് വന്ന് ചിന്ന വയസ്സിലേ കൂമ്പ് പാടി പോയി. എനിക്ക് ഈ കള്ളുകൂടിയന്മാരുടെ കൂടെ ശരിയാവില്ല. വേണങ്ങല്ലേ പെങ്ങളെ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ വിട്ടെ. ഇത് ഫിനിഷ് ആണാ ഞാനും റെഡി. രണ്ടുപേരും റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ നടന്നെത്തിക്കോളാം. അപ്പഴേ ചേട്ടാ, ഈ ചെക്ക് പോസ്റ്റ് മാറ്റിക്കാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്ക് എല്ലാത്തിനും ഒരു പോയിന്റ് വഴിയില്ലേ പെങ്ങളെ. എടാ ശരി, നീ വണ്ടി എടുക്കണം. ബാക്കി വണ്ടി എടുക്കണ്ട കീഴുകുട്ടാ. റെഡി തലവരെ. വണ്ടിക്ക് ഏതോ ചിന്ന പ്രോബ്ലം. ഒരു നിമിഷം. என்ன ப்ராப்ளம்? இல்ல தலைவா, ஒரு சின்ன ப்ராப்ளம். இப்ப சரி பண்ணிடலாம். ஏதாவது ஹெல்ப் வேணுமா? தலைவரே, நான் தனியே பண்ணிடலாம். நான் சரி பண்ணிடலாம். നീ ശരി പണിയില്ലേ? എനിക്ക് കുഴപ്പമില്ല. അതെ, ഇയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇയാൾ വെള്ളം അടിച്ച് ഊരി തണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ. ചേട്ടാ, ഇത് വലിയ കോടാലിയായല്ലോ. എനിക്കൊന്നും പറയാനും പാടില്ലേ? അല്ലെ, അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ മനഃപൂർവ്വം അടക്കാൻ അറിയിരിക്കുക. ലുക്ക് ഗേൾസ്, ഞാനൊരു വേദനിക്കുന്ന മദ്യപാനിയാണ്. നിങ്ങളായിട്ട് എന്റെ വേദന കൂട്ടരുത് പ്ലീസ്. അണ്ണാ, ഇതുപോലെ നടക്കോ? ഇല്ല തമ്പി, നാളെ കാലയിൽ മെക്കാനിക്ക് വരെ വേണം. എന്താ പറഞ്ഞേ? നാളെ രാവിലെ മെക്കാനിക്ക് വരാതെ ഈ വണ്ടി ഇവിടെ ഒന്നും ഒരു അടി മുമ്പോട്ട് പോവില്ല എന്നാണ് അതിന്റെ തമിഴ്, അല്ല മലയാളം. ഒരു വേല പണലാമേ. ഇന്ന് നൈറ്റ് നമ്മ ലോറിയിലെ തൂങ്ങലാമേ. അയ്യോ, ലോറിയിലോ? ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? ഇയാളെ കൊണ്ട് വലിയ ശരിയായല്ലോ. ഇവിടെ കിടക്കാൻ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? വേറെ ഇടമാ. ഇങ്ങ പക്കത്തിലൊരു ബംഗ്ലാ இருக்கு.
அங்க பாஸ்கர்னு ஒரு வாட்ச்மேன் இருக்கு. அவன் என் ஃப்ரெண்டு. அவன்கிட்ட போய் என் பேரு சொன்னா போதும். போதும். அப்போ உன் பேர் என்ன? என் பேரு சீரு. சீரு சீரு. ரொம்ப தேங்க்ஸ் அண்ணா. ரொம்ப thanks அண்ணா. தலைவரே நீங்க எங்க போற? நான் அவரு கூட போறேன். இன்னைக்கு இந்த ലോറിയില് നമുക്ക് சேர்ந்து தூங்கலாமே. വേണ്ട ചീരു, ഞാൻ ഇന്ന് അവരുടെ കൂടെ പോകാം. നമുക്ക് നാളെ കാണാം. നാളെ കണ്ടിപ്പാ വരുവാ. വരും. தலைவரே நீங்க எனக்கு கடவுள் மாதிரி தலைவரே. இன்னைக்கு நைட் நான் தனியா தானீங்க கடவுளே. വില്യമേ എന്താ മകനെ വഴിതെറ്റിയോ? ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ആ ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായി വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. ഓ ഞാനുണ്ട്. കമ്പനി. അതെ ഞങ്ങൾ ഷാപ്പിലേക്കല്ല കമ്പനി കൂടാൻ. ഓ ഡീസന്റ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട കോംപ്രമൈസ്. ഞാൻ എന്ത് ഹെൽപ്പ് ദേ, ഒരു ഹെൽപ്പും വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. അയ്യേ, ദേ പോകുന്നു. ഇയാളെന്താ കുറുക്കനാണോ? പോകുന്നുണ്ടില്ലേ? നാശം. ശല്യം കൂടെ തന്നെ വിടാതെ വേഗം നടക്കും മീനു. വണ്ടി തന്നെ കിടന്നുറങ്ങായിരുന്നു. അത് തന്നെ. ഇതിപ്പോ എവിടേക്കാന്ന് വെച്ചാ രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ? വിനോദ ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണ് കാണണ്ടേ? ഇവിടെ അടുത്തെവിടെയാണെന്നല്ല അയാൾ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ അല്ലേ ഈ ട്രിപ്പിന്റെ ഒരു ത്രില്ല്. ത്രില്ല്. അയാൾ എവിടെ? ആ കള്ളൂടീനെ കാണുന്നില്ലല്ലോ. ശരിയാ, പോയിന്നാ തോന്നുന്നേ. ഓ, ഒരു ശല്യം ഒഴിവായി. സമാധാനായി. ഞാനില്ല കേട്ടോ ഇനി ഒരു അടി നടക്കാൻ. അല്ല ഇനി എത്ര ദൂരം വെച്ചാ നടപ്പ്? കാല് വേദനിച്ചിട്ട് വയ്യ. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചിട്ടിപ്പോ കാട്ടിനകത്തായി. അതെ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. ഓ ചാക്കോ, അവനെ ഒറ്റയ്ക്ക് വിടല്ലേ. നീ കൂടെ ചെല്ലി പോ. വിനോദേ നിക്ക്. ഇവന്റെ ഒരു കാര്യം. എന്തൊരു സ്ഥലാ ഇത്? പണ്ട് മുത്തശ്ശി പറഞ്ഞ സ്ഥലം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് രഘുറാം എന്ന് പറഞ്ഞ വേറൊരു കുരിശും. അയാളുടെ ഒരു തട്ടലും മുട്ടലും. ഇപ്പൊ അയാളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടി ഞാൻ. ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാനിവിടെ പോവാൻ. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? വി ആർ ഓൾ മലയാളീസ്. ഇയാൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലേ ആ പൂച്ചക്കണ്ണനുമായിട്ട്. ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചു. തനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. കിട്ടിയല്ലോ. നീ ഒരു തന്റെ അടിയാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവളൊരു പാവാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ര പാവൊന്നുമല്ല. അത്ര പാവല്ലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അല്ല, നിങ്ങളെ ആരും പ്രേമിക്കാൻ പറ്റില്ല. നിന്നെ ആരും പ്രേമിക്കാൻ പറ്റില്ല. മോളെ, ഞാനൊരു ഉപദേശം തരട്ടെ. ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കും. പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ചേട്ടാ, ഞങ്ങൾ അല്ലേലേ തളർന്നിരിക്കാം. കുറച്ച് ഡീസന്റ് ആയിക്കൂടെ? ഡീസന്റ് ആണല്ലേ? പ്ലീസ്. ഇനിയും ഡീസന്റ് ആണോ? അതെ, അങ്ങോട്ട് മാറി നിന്നിട്ട് ഡീസന്റ് ആയി മതി. മാറി നിന്നിട്ട് decent ആണോ? ഇത് എന്തൊരു മനുഷ്യനാ, ഒരു നാണമില്ല. ജെമിനെ, കാടാണ്, രാത്രിയാണ്, ഒറ്റയ്ക്കാണ്, പെൺകുട്ടികളാണ്, പേടിയുണ്ടാവും. പക്ഷെ ഒച്ച വെച്ച് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ഓക്കെ? വേണ്ട, വിളിക്കില്ല. വിളിക്കില്ല. വിനോദേ, വിനോദ്. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കാതെ. വഴി തെറ്റിക്ക് ഇറങ്ങാണല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ ചുറ്റിക്കളിക്കൊക്കെ? എന്തോന്ന് ചുറ്റിക്കളി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോയ ചേട്ടാ പ്ലീസ്. ചേട്ടൻ? ആരാ ചേട്ടൻ? സർ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാമോനെ. നേരെ പോയിട്ട് ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട്. മനസ്സിലായില്ലല്ലേ? നേരെ പോയാൽ ഇടത്ത് ഭാഗത്തിരിപ്പുണ്ടവർ. പോയാട്ടെ. താങ്ക് യു സർ. ഓ, അയ്യോ, എനിക്ക് പേടിയാവുന്നു മീനാക്ഷി. നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. പാമ്പിന്റെ ചീറ്റിൽ നീ കേട്ടതല്ലേ? അവിടെ മുഴുവൻ പാമ്പിന്റെ പുറ്റാ. പാമ്പല്ല, ചേമ്പാ. ഇവളൊരു പേടി. നീ ഒരുത്തി കാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനോ? ഇതുകൊള്ളാം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞോ? കർത്താവേ, വീണ്ടും വഴി തെറ്റി.
പന്നിയോ എവിടെ 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 വെടികൊണ്ട് പന്നിയാ, സൂക്ഷിക്കണം കേട്ടോ. ഇയാളെന്താ കാടളൊക്കെ ഇറങ്ങിയാണോ? ഇനി എന്ത് ഇളക്കാൻ? പന്നിളയ കാടളയെന്ന അർത്ഥം. അതുകൊണ്ട് വടി നല്ലതാ, കേട്ടിട്ടില്ലേ? പന്നിക്ക് കാലൻ വടി. വടി വടി. നീ ഇത് എവിടെയായിരുന്നു? വെറുതെ രാത്രി മനുഷ്യനെ എടാ പേടിപ്പിക്കാനായിട്ട്. ഈ കൊടുങ്കാട്ടിൽ വഴി മനസ്സിലാവുണ്ട്. നീ എവിടെ ആയിരുന്നു? വന്നേ വാ പോവാം. അല്ല, ഞാനൊരു ചെറിയ പിന്നെ ഞാനൊരു ശാസ്ത്ര സത്യം പറയട്ടെ, ആരോടും പറയരുത്. മനസ്സിന് ചൂടുണ്ടെങ്കിൽ ശരീരം മരവിക്കില്ല. അപ്പൊ പിന്നെ ഈ ഹൈടെക് സന്യാസി ലൈൻ എനിക്ക് മറ്റുള്ളവരുടെ കഥ കേൾക്കാൻ വലിയ ഇഷ്ടാ. അത് കുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, കഥാകാരിയാണ്, കലാകാരിയാണ്. പക്ഷെ ഒരു കഥയില്ലാത്തതാണ്. വെറുതെ ആണോ ഈ കണ്ണിങ്ങനെ ഉണ്ടക്കണ്ണായി പോയത്? കഥ കേട്ടിങ്ങനെ തള്ളിത്തള്ളി വരുന്നതല്ലേ. അല്ല, പൂർവാശ്രമത്തിൽ ഈ യോഗിക്ക് എന്തായിരുന്നു ജോലി? ജോലിയിൽ എന്തിരിക്കുന്നു? അപ്പൊ ജോബ്ലെസ്സാ? അല്ല, ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ജോലി അതായിരുന്നല്ല, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ഞാൻ പോകാത്ത കാടുകളില്ല. വൻ നഗരങ്ങളെക്കാൾ എനിക്കിഷ്ടം ഘോരവനങ്ങളാണ്. എൻ്റെ സ്നേഹം എപ്പോഴും പറയുമായിരുന്നു, കാടവളുടെ ശത്രുവാണെന്ന്. കാട് ആരുടെയും ശത്രുവല്ല. എന്തൊക്കെയാ പറയുന്നേ? ഒന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ പോകുന്നില്ലേ ഉള്ളൂ. ആരാ ഈ സ്നേഹ? എൻ്റെ സ്വന്തം അനിയത്തി. അവളുടെ അമ്മയും അച്ഛനൊക്കെ ഏട്ടനായിരുന്നു. ഏട്ടൻ ക്യാമറയും തൂക്കി കാട് തണ്ടി നടക്കുന്നതായിരുന്നു അവൾക്ക് വിഷമം. അത്ര സമയം കൂടെ ഞാൻ അവളുടെ ബോംബെലുണ്ടാവണം. ശരിയാ, ഒരു അനിയത്തിയും ഒരു ഏട്ടൻ ഇത്രയേറെ സ്നേഹിച്ചു കാണില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കേ? അതെ, ഈ ഏട്ടനെ കബളിപ്പിച്ച് ഒരു ഡിസംബറിൽ അവൾ അപ്പ കണ്ട ഒരു ഇവിടെ ഒളിച്ചോടിപ്പോയി. നാഷണൽ ജിയോഗ്രഫിക്ക് വേണ്ടി ഒരു അസൈൻമെന്റ് കിട്ടിയപ്പോഴാണ് ഒരു ഫോട്ടോ ഫീച്ചർ. അങ്ങനെയാണ് ഞാനും എൻ്റെ അസിസ്റ്റന്റ് നട്ടാഷയും കൂടെ മല്ലേശ്വരം മുടിയിലേക്ക് യാത്ര തിരിച്ചത്. ഒരു മിസ്റ്റിക് ബേർഡിനെ തേടി. காடு ஆண்டவ பெருமாளே காப்பாத்துங்க. 18 மல தெய்வங்கள் குடியிருக்கும் கோவில் தான் இந்த காடு. இந்த காட்டில் ஆனை இருக்கு, புலி இருக்கு, நரி இருக்கு, மான் இருக்கு, மயில் இருக்கு, மலம்பாம்பு இருக்கு. നീ ഇരിക്ക്. அதுக்குதான் நீ அல்ல, குராங்கு. അതോടെ എവിടെ കുറിഞ്ഞിക്കുയിൽ? കറഞ്ചിക്കായില. കറഞ്ചിക്കായലല്ല, കുറിഞ്ഞിക്കുയിൽ. அந்த குயில பேர வேண்டாம், பார்த்தா தலை பொட்டிங்களுக்கு ஜாமியே. யக்ஷி குயில் ரொம்ப அழகான பாட்டு பாடி மனிதனை வசீகரிச்சு கொண்டு போய் ரத்த ஊத்தி குடிக்கும். Nothing, he is talking about the mystic bird. Oh, okay. ഈ വരവ് ഏതായാലും വെറുതെ ആവില്ല. അവളുടെ കേശാദിപാദം ഷൂട്ട് ചെയ്തിട്ടേ ഇത്തവണ മലയിറങ്ങും. നറ്റാഷ, get my equipments ready. Sure. கடவுளே காப்பாத்து. What happened? എന്തു പറ്റി? എനിക്കൊന്നും പറ്റില്ല. കുറിഞ്ഞിക്കുയിലിന്റെ പാട്ട് കേട്ടാല് മന്ത്രം சொல்லണം. ഇല്ലേനാ മലങ്കാല് കോപിക്കും. ഇനി എനിക്കൊന്നും പറ്റാതെ നീങ്ക സത്ത് പോയിടും. അവളോവാൻ கடவுளே എന്നെ മറ്റും കാപ്പാത്തുങ്കോ. ആ പൊട്ടൻ ചിന്നിനോട് പോയി இங்க இருக்கு ஜாமி. இது எல்லாமே கருத்து போச்சு ஜாமி. ரொம்ப அழுக்கா இருக்கு. தண்ணி போட்டு கழுக வேണ്ട ஜாமியே. വേണ്ട ചാമിയേ, കറുപ്പിനഴകുന്ന പാട്ട് നീ കേട്ടിട്ടില്ലേ? ക്യാമറാവുക്കും കറുപ്പതാ അഴക്. ഓരങ്ങന്റെ ഈ പൂമാല കിട്ടിയ പോലെ ആയി. என்ன ஜாமியே? ഒന്നുമില്ല ചാമിയേ. എന്റെ ചായ എവിടെ? ചായ എപ്പോഴേ പോട്ടാச்சு ജാമിയെ. എന്നാ പോയി എടുത്തോണ്ട് വാ ചാമിയേ. എന്നാ ശരി ജാമിയെ. കാട്ടിലെ എല്ലാ വഴിയും തിരിയും നീയല്ലേ കാലത്തെ പറഞ്ഞത്? ஆமாச்சாமி, அது காலையில. இப்ப எல்லாமே மறந்து போச்சு. இந்த வழியை போனா எங்க போய் சேரும்? அதுதான் நானும் யோசிக்கிறது. இந்த இடம் ஏது? நம்ம கல்யாணி அப்பாவும் வந்தாச்சு. மூப்பனா? ஆமா, வாமுப்பா. வணக்கம் மூப்பா. வணக்கம் தம்பி, வணக்கம். கடவுள் காப்பாத்தட்டும். மூப்பா, இது ரொம்ப பெரிய ஆளு. ஓஹோ, படம் பிடிக்கிற சாமி. அப்படியா? இவங்க கிட்ட ஏன் காதல் விஷயம் சொல்ல வேண்டாம். മൂപ്പാ, ഓ, ഞങ്ങളെ ഈ കുറിഞ്ചിക്കിളിയെ തേടി വന്നതാ. തെരിയും എനക്കല്ല, ഇവക്ക്. എന്റെ മോൾ അറിയാത്ത ഒരു കിളിയും ഇന്ന കാട്ടിലില്ല.
അവരുടെ ഭാഷ കൂടെ ഇവക്ക് തെരിയും. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. കല്യാണം നമുക്ക് വേണേൽ നമ്മുടെ ഗൈഡായിട്ട് എടുക്കാം. അത് നടക്കാது. சும்மா இருடா பயலே. இவரு நம்ம ஊர்ல விருந்துகாரு. தம்பி கேட்ட எல்லா உதவியும் செய்ய வேணும்.